ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അക്ഷയ. ഞാനൊരു ഡിവൈൻ ഫെമിനിൻ ആണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ടിൻ ഫ്ലെയിം ജേർണിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഹീലാക്കേണ്ട ഒരു കാര്യമാണ് അബാൻഡമെൻറ്റ് വൂണ്ട്. അബാൻഡമെൻറ്റ് വൂണ്ട് ടിൻ ഫ്ലെയിം ജേർണിയിൽ എങ്ങനെയാണ് ഡി എമ്മിനെയും ഡി എഫിനെയും അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ എന്താണ് അബാൻഡമെൻറ്റ് വൂണ്ട്, ഇത് ഉണ്ടോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം, പിന്നെ ഇത് നമുക്ക് എങ്ങനെ ഹീൽ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ആ ഒരു പോയിന്റിലേക്ക് വരാം. ടിൻ ഫ്ലെയിം ജേർണിയിൽ അബാൻഡമെൻറ്റ് വൂണ്ട് ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം, അത് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ടിൻ ഫ്ലെയിം ജേർണിയിൽ ഡിവൈൻ മാസ്കുലൈനും ഡിവൈൻ ഫെമിനൈനും ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ആദ്യം അവർ കണ്ടുമുട്ടുന്ന ആ ഒരു ടൈമിലായിരിക്കും. ആ ഒരു ടൈമിലായിരിക്കും ഡിവൈൻ മാസ്കുലൈൻ അത്രത്തോളം ഓപ്പൺ ആയി ഇരിക്കുന്നുണ്ടാവുക. അവൻ്റെ ആത്മാവിൻ്റെ പാതിയെ കണ്ടുമുട്ടിയ ആ ഒരു സന്തോഷത്തിൽ അവൻ അവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയാനായിട്ട് ശ്രമിക്കും. എന്നാൽ ഇതെല്ലാം കേട്ടിട്ട് ഡി എഫ് അവനിലേക്ക് അറ്റാച്ച്മെൻറ്റ് വച്ചു തുടങ്ങുമ്പോൾ അവന് ഇൻസെക്യൂരിറ്റി വരികയും അവളിൽ നിന്ന് പതുക്കെ പതുക്കെ അവൻ പല കാര്യങ്ങളും മറയ്ക്കാനായിട്ട് തുടങ്ങും. പലതരത്തിലുള്ള കള്ളത്തരങ്ങൾ പറയാനായിട്ട് തുടങ്ങും. അപ്പോൾ ഡി എഫിന് ഒരുപാട് വിഷമാവും. കാരണം ഞാൻ ഇത്രത്തോളം ഓപ്പൺ ആയിരുന്നിട്ടും എന്തുകൊണ്ടാണ് അവൻ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെ ഉള്ളിലുമുള്ള അബാൻഡമെൻറ്റ് വൂണ്ടാണ്. അപ്പോൾ ഡി എഫിൽ ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡി എഫ് ആദ്യം മുതലേ ഓപ്പൺ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന പുസ്തകം പോലെ അവളുടെ യഥാർത്ഥമായിട്ടുള്ള ക്യാരക്ടർ എന്താണോ, അവളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്താണോ, അവളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്താണോ, അതെല്ലാം ഡി എമ്മിനോട് തുറന്നു പറയും. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രത്തോളം ഒരു പാവമാണ്, ഞാൻ ആരെയും ചീറ്റ് ചെയ്തിട്ടില്ല, എല്ലാവരും എൻ്റെ ലൈഫിൽ വന്ന് എന്നെ മുതലെടുത്തിട്ടാണ് പോയിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇത്രത്തോളം ഒരു പാവമാണ്, നീയും എന്നെ അതുപോലെ മുതലെടുക്കരുത്, എന്നെ ചീറ്റ് ചെയ്യരുത് കേട്ടോ, ഞാൻ ഇത്രത്തോളം ഒരു പാവമാണ് കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇത്രത്തോളം ഓപ്പൺ അപ്പ് ആവുന്നത്. എന്നാൽ ഡിവൈൻ മാസ്കുലൈൻ്റെ സൈഡിൽ നേരെ തിരിച്ചു വരും. ഈ ഒരു അബാൻഡമെൻറ്റ് വൂണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവൻ ചിന്തിക്കും അവനെ തന്നെ ഒരു വാല്യൂ ഇല്ല, അവന് ഒട്ടും സെൽഫ് വാല്യൂ കൊടുക്കാത്ത ഒരാളാണ്. ഇപ്പോൾ ഡി എഫിൻ്റെ ആ ഒരു സ്നേഹത്തിന് തന്നെ ഞാൻ അർഹനല്ല, എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് ഡി എഫിൻ്റെ ഈ ഒരു സ്നേഹം എന്ന് കരുതുന്ന ഒരാളാണ്. അപ്പോൾ അവൻ്റെ ലൈഫിൽ കുഞ്ഞുനാൾ മുതലേ വന്നിട്ടുള്ളവരെല്ലാം കാർമിക്കായിരിക്കും. അവൻ ഒരുപാട് ചീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും, ട്രസ്റ്റ് ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിരിക്കും. അപ്പോൾ പെട്ടെന്ന് കണ്ടുമുട്ടുന്ന ഒരാൾ ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിന് ഞാൻ അർഹനാണോ എന്നവൻ ചിന്തിക്കാനായിട്ട് തുടങ്ങും. ഇനി ഞാൻ ആരാണെന്ന്, യഥാർത്ഥത്തിലുള്ള ഞാൻ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവളെന്നെ വിട്ടു പോകുമോ എന്നുള്ള ഒരു ഭയം, ഇവളെന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം, അതുകൊണ്ടാണ് അവൻ ഓപ്പൺ ആവാതിരിക്കുന്നത്. അപ്പം ഇതുപോലെയാണ് അബാൻഡമെൻറ്റ് വൂണ്ട് രണ്ടുപേരിലും വർക്ക് ചെയ്യുന്നത്. ഞാൻ ഓപ്പൺ ആയില്ലെങ്കിൽ അവൻ എന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള ഭയമാണ് ഡി എഫിന് വരുന്നതെങ്കിൽ, ഞാൻ ഇത്രത്തോളം ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവൾ എന്നെ ഉപേക്ഷിച്ച് പോകുമോ എന്നുള്ള ഭയമാണ് അവനിൽ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ടിൻ ഫ്ലെയിം ജേർണിയിൽ അബാൻഡമെൻറ്റ് വൂണ്ട് വർക്ക് ചെയ്യുന്നത്. ഇനി എന്താണ് അബാൻഡമെൻറ്റ് വൂണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മുടെ കുട്ടിക്കാലത്ത് ഉപേക്ഷിക്കപ്പെട്ടതോ നിരസിക്കപ്പെട്ടതോ അവഗണിക്കപ്പെട്ടതോ ആയ ഒരു മുറിവാണിത്. കുഞ്ഞുനാളിൽ നമ്മുടെ ഏറ്റവും അടുത്ത, നമ്മൾ ഒരുപാട് അടുത്തിടപഴകുന്ന ഒരാൾ ചിലപ്പോൾ മരിച്ചു പോയിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളതായിരിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മുടെ കുഞ്ഞു മനസ്സിനേറ്റിട്ടുള്ള ഒരു ആഘാതമാണ് ഈ ഒരു അബാൻഡമെൻറ്റ് വൂണ്ടായിട്ട് വരുന്നത്. ഇത് എല്ലാ റിലേഷൻഷിപ്പിലും അത് പ്രതിഫലിക്കുന്നു. ഇപ്പോൾ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു മുറിവ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം. ഇനിയിപ്പോൾ കല്യാണം കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ ഈ ഒരു ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ, എന്നെ ഉപേക്ഷിച്ചു പോകുമോ എന്നുള്ളൊരു ഭയം. ഒരു ഫ്രണ്ട്ഷിപ്പിലാണെങ്കിലും ഏതൊരു റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ ഒരു ഭയം ഇവിടെ വർക്ക് ചെയ്യുന്നു. അത് തന്നെ നമ്മളുടെ ലൈഫിലേക്ക് അത് അട്രാക്റ്റായി വരുന്നു. അപ്പോൾ അബാൻഡമെൻറ്റ് വൂണ്ട് എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്, ഈ ഒരു മുറിവ് എൻ്റെ ഉള്ളിലുണ്ടോ എന്നെങ്ങനെ തിരിച്ചറിയാമെന്ന് വെച്ചാൽ, ഒന്ന് ഉപേക്ഷിക്കപ്പെടുകയോ നിരസിക്കപ്പെടുകയോ ചെയ്യുമോ എന്നുള്ള ഭയം. നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുമോ, അല്ലെങ്കിൽ ഇവളെന്നെ റിജക്റ്റ് ചെയ്തിട്ട് പോകുമോ എന്നുള്ള ഒരു ഭയം നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം എൻ്റെ ടിൻ ഫ്ലെയിം ജേർണിയിൽ ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ആ ഒരു ബബിൾ ഫേസിൽ തന്നെ എൻ്റെ ഉള്ളിൽ ആ ഒരു മുറിവ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഡി എമ്മിൻ്റെ ഉള്ളിലും ആ ഒരു മുറിവ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കൂടുതലായിട്ട് എൻ്റെ ഡി എമ്മിനോട് അറ്റാച്ച് ആവുന്ന സമയത്ത് ഞാൻ അവനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന ഒരു വാലിഡേഷൻ ആയിരുന്നു, എടാ നീ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ച് പോവില്ലല്ലോ അല്ലേ, എന്നും എൻ്റെ ലൈഫിൽ എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ അല്ലേ എന്നുള്ളത് ഞാൻ എപ്പോഴും അവനോട് ചോദിച്ചുകൊണ്ടിരുന്നിരുന്നു. അതുപോലെ തന്നെയാണ് എൻ്റെ ഡി എം എന്നോട് ചോദിച്ചുകൊണ്ടിരുന്നു, ഇനിയിപ്പോൾ നാളെ
എനിക്ക് പകരം വേറൊരാൾ നിന്റെ ലൈഫിലേക്ക് വരുവാണെങ്കിൽ നീ എന്നെ ഇട്ടിട്ട് പോവോ, നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മുറിവ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഉള്ളിലും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി രണ്ടാമതായിട്ട് വരുന്നത് മറ്റുള്ളവരെ വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവർ എൻ്റെ ലൈഫിൽ എന്ന് നിൽക്കുമോ, ഇവരെന്നെ ചീറ്റ് ചെയ്തിട്ട് പോവോ. ഇനി മൂന്നാമതായിട്ട് വരുന്നത് ഇമോഷണൽ ഇൻസെക്യൂരിറ്റിയാണ്. പെട്ടെന്ന് നമുക്ക് മൂഡ് സ്വിങ്സ് വരും. നാലാമതായിട്ട് നമുക്ക് അറ്റാച്ച്മെൻറ്റ് വെക്കാനായിട്ട് പേടിയായിരിക്കും. ചിലപ്പം നമ്മൾ ഓവറായിട്ട് അറ്റാച്ച് ആവും, പെട്ടെന്ന് തന്നെ അറ്റാച്ച് ആവും. ഒരാളെ നമ്മൾ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആളുടെ ആ ഒരു ക്യാരക്ടർ അറിയുന്നതിന് മുമ്പേ നമ്മൾ അങ്ങോട്ട് ഓവറായിട്ട് അറ്റാച്ച് ആവും, ഒരുപാട് സ്നേഹം കൊടുക്കും, പീപ്പിൾ പ്ലീസിങ് ഒക്കെ നമ്മൾ ചെയ്യും. എന്തിനാന്ന് വെച്ചാൽ ഇവൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകരുത്, കാരണം ഇവൻ എനിക്ക് മുകളിലാണ്, ഞാൻ ഇവൻ്റെ ഏറ്റവും താഴെ കിടക്കുന്ന ഒരാളാണ്, അപ്പോൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവരുത്. അതിന് വേണ്ടിയിട്ട് ആളെ പ്ലീസ് ചെയ്ത് ആളുടെ കൂടെ നിൽക്കും. പിന്നെ ചിലർക്ക് ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് അറ്റാച്ച്മെൻറ്റ് വയ്ക്കാനുള്ള പേടിയായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി നമ്മളോട് അത്ര ലോയലായിട്ട് പെരുമാറിയാലും ഇവിടെ അറ്റാച്ച്മെൻറ്റ് വയ്ക്കാനായിട്ടൊരു ഭയമായിരിക്കും. ഞാനിനി അറ്റാച്ച്മെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ എനിക്ക് നഷ്ടപ്പെട്ടു പോവോ എന്നുള്ള ഒരു ഭയം. ഇനി അടുത്തതായിട്ട് വരുന്നത് ഫിയർ ഓഫ് ഇൻറ്റിമസി ആണ്. മറ്റുള്ളവരോട് അടുക്കാൻ നമുക്ക് ഭയമായിരിക്കും. കാരണം ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ ഇവരെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വേദന താങ്ങാനായിട്ട് പറ്റില്ല. ഇത് തന്നെയാണ് നമ്മുടെ DMൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നൊരു കാര്യം. അവർക്ക് നമ്മളെ ഒരുപാട് ഇഷ്ടമാണ്, അൺകണ്ടീഷണലി അവർ നമ്മളെ ലവ് ചെയ്യുന്നുണ്ട്, ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അവർ നമ്മളിൽ നിന്ന് ഓടുകയാണ്. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവില്ല. ആദ്യമൊക്കെ നമുക്ക് തോന്നും ഇവൻ എന്നെ ചീറ്റ് ചെയ്തിട്ട് പോയതാണോ എന്ന് തോന്നും. പിന്നെ നമ്മൾ ഈ ഒരു ടിൻ ഫ്ലെയിം ജേർണീനെ കുറിച്ചൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ മനസ്സിലാവും DM നമ്മൾ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ അപ്പോഴും നമുക്ക് മനസ്സിലാവില്ല ഇത്രത്തോളം അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്തിനെന്നെ ഇട്ടിട്ട് പോകണം എന്ന് തോന്നും. പക്ഷെ ഈ ഒരു മുറിവുള്ളത് കൊണ്ടാണ് അവൻ നമ്മളെ ഇട്ടിട്ട് പോകുന്നത്. കാരണം ഭൂരിഭാഗം ആൾക്കാരും കല്യാണം കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും ഈ ഒരു ടിൻ ഫ്ലെയിം ജേർണി കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അവരുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ആദ്യമൊന്നും ഡിവൈൻ ഫെമിനിൻസിനും മനസ്സിലാവില്ല. എന്തോ ഒരു കണക്ഷൻ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളും ഈ ഒരു സമൂഹത്തിൻ്റെ കണ്ണിലൂടെ തന്നെയായിരിക്കും ടിൻ ഫ്ലെയിം ജേർണീനെ നോക്കി കാണുന്നുണ്ടാവുക. അപ്പോൾ നമ്മളും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാലിഡേഷനൊക്കെ ചോദിക്കുന്നത്, നീ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവരുത് കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ DM എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാനായിട്ട് സാധിക്കില്ല, സ്വന്തമാക്കാനായിട്ട് സാധിക്കില്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ. ഞാൻ ആളിനോടാണെങ്കിൽ അത്രത്തോളം അറ്റാച്ചായി പോവുകയാണ്. അപ്പോൾ ഇനിയും ഞാൻ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇയാളെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കത് താങ്ങാൻ പറ്റില്ല, ഈ ഒരു വേദന എനിക്ക് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനായിട്ട് ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ഇതാണ് അവനിൽ നടക്കുന്നൊരു കാര്യം. ഇനി ആറാമതായിട്ട് വരുന്ന എന്താണെന്നറിയാമോ, നമുക്ക് നമ്മളെ തന്നെ ഒരു വാല്യൂ ഇല്ലാതെ വരുന്നൊരവസ്ഥ. എന്തൊരു റിലേഷൻഷിപ്പ് വന്നാലും ഇതിന് ഞാൻ അർഹനല്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ല, എന്നെ സ്നേഹിക്കാൻ കൊള്ളില്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം വരുന്നത്, നമുക്ക് കുഞ്ഞുനാളിൽ നമുക്ക് സിബിലിങ്സ് ഉണ്ടായിരിക്കാം. അപ്പോൾ അച്ഛനോ അമ്മയോ തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ അവർ തമാശയ്ക്കായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, ചിലപ്പോൾ അവർ കാര്യമായിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളെ ജഡ്ജ് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഇപ്പം ഒരു 2 സിസ്റ്റേഴ്സ് ഉള്ള വീടാണെങ്കിൽ ഈ ഒരു ചേച്ചീനേക്കാളും ബെറ്റർ അനീത്തിയാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഈ ചേച്ചി ചെറുതാണെങ്കിൽ, അതായത് ഒരു കുഞ്ഞാണ് ആ ഒരു ടൈമിലല്ലേ, ആ ഒരു ടൈമിൽ ശരിയാ ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ്, അതുകൊണ്ടായിരിക്കും എന്നെ സ്നേഹിക്കാത്തത് എന്നുള്ള ആ ഒരു ബോധം ആ കുട്ടിയുടെ ഉള്ളിൽ ഉറച്ചു പോകുന്നു. അതുകൊണ്ട് തന്നെ അവർ സ്വയം വിലയിരുത്തുകയാണ് ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് റിലേഷൻഷിപ്പിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടാനുള്ള അർഹതയില്ല എന്ന് വിശ്വസിക്കും. ഈ പറഞ്ഞ അബാൻഡൻമെൻറ്റ് വൂണ്ടുകൾ നമ്മളുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്കിത് ഹീൽ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അബാൻഡൻമെൻറ്റ് ഇഷ്യൂ എല്ലാവരിലും ഒരേ ടൈപ്പ് ആയിരിക്കില്ല, പലർക്കും പല രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അബാൻഡൻമെൻറ്റ് ഇഷ്യൂവിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യാം. ഈ വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത്ത് കൂടുതലായി പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഹീൽ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ 1-2 പോയിൻ്റ് പോലെ ഇതിനകത്ത് പറയാം. ഒന്നാമതായിട്ട് നമ്മൾ സെൽഫ് ലവിലേക്ക് വരിക എന്നുള്ളതാണ്. നമുക്ക് നമ്മളോട് തന്നെ ഒരു അനുകമ്പ ഉണ്ടായിരിക്കുക, സ്നേഹം ഉണ്ടായിരിക്കുക, നമ്മൾ ആരാണെന്ന് സ്വയം തിരിച്ചറിയുക. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാലാണ് നമ്മുടെ ഉള്ളിലുള്ള ഇഷ്യൂസ് എന്താണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. ആ ഒരു
മുറിവുകളും ഇഷ്യൂസും അറിഞ്ഞാലാണ് നമുക്ക് അവിടെ മരുന്ന് വെച്ച് സുഖപ്പെടുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് എന്നുള്ളത് നമ്മൾ അറിയുക. നമ്മുടെ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമ്മൾ സ്വയം അക്സെപ്റ്റ് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് വരുന്നത് നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള ആ ഒരു ചിന്ത ഉപേക്ഷിക്കുക. ഇപ്പോൾ ഒരു വ്യക്തിയെ പരിചയപ്പെടുന്ന സമയത്ത് ആ വ്യക്തി ഏറ്റവും മുകളിലാണ്, ഞാൻ അയാളുടെ താഴെയാണ്, അതുകൊണ്ട് ഞാൻ അയാൾക്ക് അടിമയായിട്ട് നിന്നോളണം, അയാളെ പ്ലീസ് ചെയ്ത് നിന്നോളണം, അല്ലെങ്കിൽ എനിക്ക് അയാളെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ആ ഒരു ചിന്താഗതി ഉപേക്ഷിക്കുക. നമ്മൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരിക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ ഞാൻ എൻ്റെ കാര്യം പറയാം. എനിക്ക് മുമ്പുണ്ടായിരുന്ന റിലേഷൻഷിപ്പിൽ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു അബാൻഡൻമെൻറ്റ് കൊണ്ട് എൻ്റെ ഉള്ളിൽ കിടന്ന പോലെ ഇതുപോലെ തന്നെയായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ചീറ്റിങ് കിട്ടുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും, ഓ എനിക്കത് കിട്ടാനുള്ള അർഹതയില്ല, ഞാൻ ഒന്നിനും കൊള്ളാത്തവളാണ് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷേ ഈ ടിൻ ഫ്ലെയിം ജേർണിയിലേക്ക് വന്ന് അവേക്കനിങ്ങിലേക്കൊക്കെ വന്ന് ഞാൻ എന്നെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ, ഞാനൊരു ഡിവൈൻ ഫെമിനിൻ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ ആ ഒരു ചിന്താഗതി തന്നെ മാറി. എനിക്ക് ഡിസേർവ് അല്ലാത്ത കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നിന്ന് പോയിട്ടുള്ളത്, ഞാൻ അതിനേക്കാളും മികച്ചത് അർഹിക്കുന്നുണ്ട് എന്ന ഒരു മൈൻഡ് സെറ്റിലേക്കാണ് ഇപ്പം ഞാൻ വന്നിട്ടുള്ളത്. പണ്ടൊക്കെ ഞാൻ വിചാരിക്കുമായിരുന്നു, നമ്മുടെ ഒരു ലവ് റിലേഷൻഷിപ്പൊക്കെ ബ്രേക്കപ്പായി പോകുന്ന സമയത്ത് എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ ഒരു വ്യക്തിയെ കിട്ടാനുള്ള ഭാഗ്യമില്ലാത്തതുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് എന്നെ കിട്ടാനുള്ള ഭാഗ്യമില്ല. കാരണം ഞാനൊരു ഡിവൈൻ ഫെമിനിനാണ്, ആദിശക്തിയുടെ അംശമുള്ള ഒരു പെണ്ണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഡിസേർവ് ചെയ്യുന്നു. അപ്പം ഈ ഒരു മൈൻഡ് സെറ്റിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ മറ്റൊരാളായിട്ട് കണക്റ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഫീലിങ്സിനെ ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ആ ഒരു ഫീലിങ്സിനെ ഒബ്സർവ് ചെയ്തതിന് ശേഷം നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ പോകാതിരിക്കുക. അയ്യോ എനിക്കിതുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വൂണ്ട് വർക്ക് ചെയ്താൽ എന്താവും, അങ്ങനെയൊക്കെ ചിന്തിക്കാതെ എന്താണോ നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ എനിക്കൊരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ അക്സെപ്റ്റ് ചെയ്യുക. എനിക്കിങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ കൂടുതലായി ഒരാളെ ഞാൻ പരിചയപ്പെടുന്ന സമയത്ത് ഞാൻ അയാളിലേക്ക് കൂടുതലായിട്ട് അടുക്കുന്നു. ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ എനിക്കുണ്ട്. അപ്പം ഞാനത് തിരിച്ചറിഞ്ഞിട്ട് അയാളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഞാൻ അയാളിലേക്ക് അടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് എന്താണോ ഫീലിങ്സ് വരുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ഇനി വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോടും ഒരു വിശ്വാസം ഉണ്ടായിരിക്കണം. ഇപ്പോൾ മുമ്പൊക്കെ ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ലവർ നമ്മളെ ചീറ്റ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ വിചാരിക്കും, ഓ ഇനി നമ്മുടെ ലൈഫിലേക്ക് വരുന്നവരെല്ലാം ഇങ്ങനെയായിരിക്കും, അതേ സ്വഭാവമുള്ളവരായിരിക്കും. എന്നാൽ രണ്ടാമത് ലൈഫിലേക്ക് വന്നിട്ടുള്ള വ്യക്തി അങ്ങനെ ആയിരിക്കണം എന്നില്ല. ആൾ നമ്മളോട് ഒരുപാട് ലോയലായിട്ടായിരിക്കും പെരുമാറുന്നുണ്ടാവുക, അവർ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ഒരു മുറിവ് കിടക്കുന്നതുകൊണ്ട് നമുക്ക് അതുപോലെയാണ് തോന്നുള്ളൂ. അത് വർക്ക് ചെയ്ത് വീണ്ടും നമ്മളിൽ നിന്ന് ഈ ഒരു റിലേഷൻഷിപ്പും കട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു വിശ്വാസം വെക്കുക. ആദ്യം ആ ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കുക. ആ വ്യക്തി നമ്മളോട് ലോയലായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ ആ ഒരു ട്രസ്റ്റ് അവിടെ വെക്കുക എന്നുള്ളതാണ്. ഇനി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോ എനർജിയിൽ നിൽക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ വൈബ്രേഷൻ എപ്പോഴും ഹൈ ആയിട്ട് വെക്കുക. എന്നാൽ മാത്രമാണ് മികച്ച കാര്യങ്ങൾ നമ്മളിലേക്ക് നമുക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഈ ഒരു മുറിവുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ഒക്കെ നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ല. അയ്യോ എനിക്കിതൊക്കെ ഉണ്ടല്ലോ, ഇനി എനിക്കിതിനകത്തുനിന്നൊക്കെ പുറത്ത് കിടക്കാൻ സാധിക്കുമോ എന്നോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. നമ്മളെക്കൊണ്ട് എന്തും സാധിക്കും, നമുക്ക് ഹീൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അബാൻഡൻമെൻറ്റ് വൂണ്ട് ഏതൊക്കെ രീതിയിലുള്ളതാണ് എന്നുള്ളൊരു വീഡിയോ ഞാൻ പ്രത്യേകം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.